ഹലോ എവ്രി വൺ. 2021 ഏപ്രിലിൽ നടന്ന ലിറ്റററി ക്രിറ്റിസിസത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറിങ്ങിൻ്റെ പാർട്ട് 2 ആണിത്. അപ്പോൾ അതിൽ നമ്മൾ പാർട്ട് 1 16ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 17ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. 4th സെമസ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് വേണ്ടവർക്ക് കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പോയി ഡൗൺലോഡ് ചെയ്യുക. 4th സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റ് താഴെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ലിറ്റററി ക്രിറ്റിസിസം, സ്പെക്ട്രം, അതുപോലെ അപ്രിഷ്യേറ്റിംഗ് ഫിക്ഷൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആ ഒരു ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോഴാണ് പുതിയ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 17th ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 5 സോഴ്സസ് ഓഫ് സബ്ലീം ബൈ ലോഞ്ചിനസ്. ലോഞ്ചിനസിൻ്റെ 5 സോഴ്സസ് ഓഫ് സബ്ലീമിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇൻ ദ 5 സോഴ്സസ് ഓഫ് സബ്ലീം ബൈ ലോഞ്ചിനസ്, ദ ഫസ്റ്റ് 2 ഓഫ് വിച്ച് ആർ ലാർജ്ലി ദ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ ആൻഡ് ദ റിമൈനിങ് 3 ദി ഗിഫ്റ്റ് ഓഫ് ആർട്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതിൽ ആദ്യത്തെ 2 എന്ന് പറഞ്ഞാൽ ഒരു ഗിഫ്റ്റ് ഓഫ് നേച്ചറും പിന്നെയുള്ള 3 എന്ന് പറഞ്ഞാൽ ഗിഫ്റ്റ് ഓഫ് ആർട്ടും ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഗ്രാൻഡർ ഓഫ് തോട്ട്. ഫോർ ലോഞ്ചിനസ് സബ്ലിമിറ്റി ഈസ് ദ എക്ക് ഓഫ് ഗ്രേറ്റ്നെസ് ഓഫ് സോൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ലോഞ്ചിനസിൻ്റെ അഭിപ്രായത്തിൽ സബ്ലിമിറ്റി എന്ന് പറഞ്ഞാൽ നല്ല ഒരു ഗ്രേറ്റ്നെസ് ഓഫ് സോളിനെ കാണിക്കുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രതിധ്വനിയാണ് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്ലി തോട്ട്സ് ബിലോങ് ടു ദ ലോഫ്റ്റിയസ്റ്റ് മൈൻഡ്സ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റ്ലി ആയിട്ടുള്ള തോട്ട്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലോഫ്റ്റിയസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഇതിനുള്ള മനസ്സിനാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല മഹത്തായ മനസ്സുകൾക്ക് മാത്രമാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ദീസ് തോട്ട്സ് ആർ ഇന്നേറ്റ് എ നാച്ചുറൽ കണ്ടീഷൻ ഓഫ് ദ റൈറ്റേഴ്സ് മൈൻഡ് ആൻഡ് ഹാർട്ട്. അപ്പോൾ ഈ ഒരു തോട്ട്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. റൈറ്ററിൻ്റെ മൈൻഡിൻ്റെയും ഹാർട്ടിൻ്റെയും ഒരു നാച്ചുറൽ കണ്ടീഷനാണ്. ബട്ട് ദേ ക്യാൻ ഓൾസോ ബി അക്വയർഡ് ബൈ ഡ്വെല്ലിങ് കോൺസ്റ്റൻ്റ്ലി ഓൺ വാട്ട് എവർ ഈസ് നോബിൾ ആൻഡ് സബ്ലിം. പക്ഷേ എന്താണ്, അത് നമുക്ക് നേടിയെടുക്കാനും പറ്റും. എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക? നോബിളായിട്ടുള്ള സബ്ലീമായിട്ടുള്ള മറ്റ് വർക്കുകളെ നമ്മൾ കൂടുതൽ നോക്കി അതിൽ നിന്ന് പഠിച്ച്, അല്ലെങ്കിൽ ആൻഡ് ബൈ എമുലേറ്റിംഗ് ദ എക്സാമ്പിൾസ് ഓഫ് ഗ്രേറ്റ് മാസ്റ്റേഴ്സ്, വലിയ മാസ്റ്റേഴ്സ്, ഷേക്സ്പിയറിനെ പോലുള്ള വലിയ ആളുകളുടെ വർക്കുകളിൽ നിന്ന് നമുക്ക് പഠിച്ച് അങ്ങനെ നേടിയെടുക്കാനും പറ്റും. സെക്കൻഡ്, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷൻസിന് വേണ്ട കപ്പാസിറ്റി ഉണ്ടാവണം. വാട്ട് ലോഞ്ചിനെ സേസ് ഓഫ് ദി സെക്കൻഡ് നാച്ചുറൽ സോഴ്സ് ഓഫ് സബ്ലിമിറ്റി ഈസ് അൺഫോർച്ചുനേറ്റ്ലി ലോസ്റ്റ്. അപ്പോൾ ഇതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ബട്ട് ദർ ആർ സ്കാറ്റേർഡ് റിമാർക്സ് ഇൻ ദ വർക്ക് വിച്ച് ത്രോ ലൈറ്റ് ഓൺ ഇറ്റ്. പക്ഷേ ആ ഒരു ഇതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന സ്കാറ്റേർഡ് റിമാർക്കുകൾ അതിൽ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്, ചില വർക്കുകളിൽ വരുന്നുണ്ട്. ഹി അഫേംസ് ദാറ്റ് ട്രൂ ഇമോഷൻ ഇൻ ദ റൈറ്റ് പ്ലേസ് ഇൻസ്പയർസ് ദ പോയറ്റ് വിത്ത് എ വൈൽഡ് ഗസ്റ്റ് ഓഫ് മാഡ് എന്തൂസിയാസം ആൻഡ് ഡിവൈൻ ഫ്രൻസി. അപ്പോൾ അദ്ദേഹം പറയുന്നത് റൈറ്റ് പ്ലേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രൂ ഇമോഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയറ്റിൽ ഒരു മാഡ് ഗസ്റ്റ് ഓഫ് എന്തൂസിയാസം ഉണ്ടാക്കാനും അതുപോലെ ഒരു ഡിവൈൻ ഫ്രൻസി ഉണ്ടാക്കാനും സഹായിക്കുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. തേർഡ് വൺ, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്. ലോഞ്ചിനസ് primary concern is in oratory, in which an unhappy or happy use of figure of speech makes all the difference in a work. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ വർക്കുകളെ കുറിച്ചുള്ള ഏറ്റവും കൂടുതൽ പ്രൈമറി കൺസേൺ വരുന്നത് ഒറാറ്ററിനെ കുറിച്ചിട്ടായിരുന്നു. കാരണം അതിൽ നമ്മളൊരു ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഒരു അൺഹാപ്പി ആയിട്ടുള്ള ഫിഗർ ഓഫ് സ്പീച്ച് യൂസ് ചെയ്യുന്നോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ വർക്കിൻ്റെ മൂഡ് വരുന്നത്, അല്ലെങ്കിൽ അത് ആ ഒരു വർക്കിനെ ഡിഫറെൻ്റ് ആക്കിയിട്ട് മാറ്റും. ബട്ട് ഹി കൺസിഡേഴ്സ് ദം ചീഫ്ലി ഫോർ ദ പാർട്ട് ദേ പ്ലേ ഇൻ പ്രൊഡ്യൂസിങ് ഗ്രാൻഡ്. പക്ഷേ ഈ ഒരു ഫിഗർ ഓഫ് സ്പീച്ചുകൾ അദ്ദേഹം കൂടുതൽ കൺസിഡർ ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് ആ ഒരു വർക്കിനെ എത്രത്തോളം ഗ്രാൻഡറാക്കി എത്രത്തോളം മഹത്തരമാക്കാൻ പറ്റുന്നു എന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ്. ദേ ആർ നോട്ട് റിഗാർഡഡ് ആസ് അൺനാച്ചുറൽ ഇമ്പോസിഷൻ ഓൺ സ്പീച്ച് ത്രസ്റ്റ് ഇൻ ജസ്റ്റ് ഫോർ ഓർണമെൻറ്റ്സ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ വെറുതെ ഒരു ഉണ്ടാക്കി സ്പീച്ചിൽ യൂസ് ചെയ്യുന്ന ഒന്നല്ല, അല്ലെങ്കിൽ വെറുതെ ഒരു അലങ്കാരത്തിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളല്ല. ബട്ട് തിങ്സ് ദാറ്റ് ഇൻട്രൊഡ്യൂസ് ആൻ എലമെൻറ്റ് ഓഫ് സ്ട്രേഞ്ച്നെസ് ഇൻ ടു വാട്ട് വൺ സ്പീക്സ് ഓർ ഹിയേഴ്സ് എവറി ഡേ. പക്ഷേ ഒരു ഫിഗർ ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി കേൾക്കുന്നതോ അല്ലെങ്കിൽ പറയുന്നതോ ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ പോലും ഒരു എലമെൻറ്റ് ഓഫ് സ്ട്രേഞ്ച്നെസ് കൊണ്ടുവരാൻ പറ്റുന്ന ഒന്നാണ് എന്നാണ് പറയുന്നത്. ഫോർത്ത് വൺ, നോബിലിറ്റി ഓഫ് ഡിക്ഷൻ.
ഡിക്ഷൻ കംപ്രൈസസ് ദ പ്രോപ്പർ ചോയ്സസ് ഓഫ് വേർഡ്സ്. ഡിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പ്രോപ്പറായിട്ടുള്ള വേർഡ്സ് ഉപയോഗിക്കുമ്പോഴാണ് അതിന് ഡിക്ഷൻ, അല്ലെങ്കിൽ ഒരു വർക്കിൽ യൂസ് ചെയ്യുന്ന വേർഡ്സിൻ്റെ ഇതിനെയാണ് നമ്മൾ ഡിക്ഷൻ എന്ന് പറയുക. അക്കോർഡിംഗ് ടു ലോഞ്ചിനസ്, വേർഡ്സ് വെൻ സ്യൂട്ടബിൾ ആൻഡ് സ്ട്രൈക്കിംഗ് ഹാവ് എ മൂവിങ് ആൻഡ് സെഡക്റ്റീവ് എഫക്റ്റ് അപ്പോൺ ദ റീഡർ. അപ്പോൾ വേർഡ്സ് നമ്മൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് അല്ലെങ്കിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള വേർഡ്സ് യൂസ് ചെയ്യുമ്പോൾ അത് ആ ഒരു റീഡറെ മൂവ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ സെഡക്റ്റീവ് എഫക്റ്റ്, ഒരു വശീകരണ ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. And are the first things in style to lend it grandeur, beauty and wellness, dignity, force, power. അതുപോലെ തന്നെ ഒരു വർക്കിന് അതിന് ഗ്രാൻഡർ നൽകുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ബ്യൂട്ടി, ഒരു സ്റ്റൈലിന് മെല്ലോനെസ് എത്രത്തോളം മൃദുത്വമുള്ളതാക്കിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഗ്നിറ്റി, വർക്കിൻ്റെ ഫോഴ്സ്, പവർ, അതൊക്കെ കീപ്പ് ചെയ്യാൻ സഹായിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിക്ഷൻസാണ്. നമ്മൾ എങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഫിഫ്ത്ത് വൺ, ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻസ്. ദിസ് മീൻ ദ പ്രോപ്പർ അറേഞ്ച്മെൻറ്റ് ഓഫ് വേൾഡ്. അതിൽ ഇത് എങ്ങനെ അറേഞ്ച് ചെയ്യുന്നു ഉള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി വൺ ദാറ്റ് ബ്ലെൻഡ്സ് തോട്ട്, ഇമോഷൻ, ഫിഗേഴ്സ് ആൻഡ് വേർഡ്സ് ദംസെൽവ്സ്. ആ ഒരു അറേഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ആളുകളുടെ തോട്ട്, ഇമോഷൻസ്, പറയുന്ന ഫിഗേഴ്സ്, അതുപോലെ വാക്കുകൾ, ഇതെല്ലാം ബ്ലെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കണം. അതായത് ഒരു കൃത്യമായിട്ടുള്ള ഓർഡറിലായിരിക്കണം. ദ പ്രിസീഡിങ് 4 elements ഓഫ് സബ്ലിമിറ്റി ഇൻ ടു എ ഹാർമോണിയസ് വോൾ. അങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ 4 എലമെൻസും, അപ്പോൾ നമ്മൾ പറഞ്ഞ 4 എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഗ്രാൻഡർ ഓഫ് തോട്ട്, കപ്പാസിറ്റി ഫോർ സ്ട്രോങ് ഇമോഷൻ, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ഫിഗേഴ്സ്, നോബിലിറ്റി ഓഫ് ഡിക്ഷൻ. ഈ പറഞ്ഞ 4 എണ്ണത്തിൻ്റെയും ഒരു ഹാർമോണിയസ് ഹോളാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച് ചെയ്തിട്ട് നല്ലത് ബ്ലെൻഡ് ചെയ്തിട്ട് വരുത്തുന്ന രീതിയിലാക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡിഗ്നിറ്റി ഓഫ് കമ്പോസിഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സച്ച് ആൻ അറേഞ്ച്മെൻറ്റ് ഹാസ് നോട്ട് ഓൺലി എ നാച്ചുറൽ പവർ ഓഫ് പെർസുവേഷൻ ആൻഡ് ഓഫ് ഗിവിംഗ് പ്ലഷർ, ബട്ട് ആൾസോ ദ മാർവലസ് പവർ ഓഫ് എക്സോൾട്ടിങ് ദ സോൾ ആൻഡ് ദ സ്വേയിങ് ദ ഹാർട്ട് ഓഫ് മാൻ. അപ്പം അതിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണുന്ന കാണികളെ പെർസ്വേഡ് ചെയ്യാനുള്ള കഴിവോ, അല്ലെങ്കിൽ കാണികളിൽ പ്ലഷർ ഉണ്ടാക്കാനുള്ള കഴിവോ മാത്രമല്ല ഉള്ളത്. ആളുകളുടെ ആത്മാവിനെ നീക്കാനും അതുപോലെ തന്നെ മനസ്സിനെ ഇളക്കാനുമുള്ള കഴിവ് കൂടി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 സോഴ്സസ് ഓഫ് സബ്ലിമിറ്റി ഓഫ് ലോഞ്ചിനെസ്. 18th ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ നോട്ട് ഓൺ ഫിലിപ്പ് സിഡ്നി ആൻഡ് ഹിസ് വ്യൂ ഓൺ പോയട്രി. ഫിലിപ്പ് സിഡ്നിനെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പോയട്രീനെ കുറിച്ചുള്ള വ്യൂസും എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ടെക്സ്റ്റിലെ ഇതാണ് കാണിക്കുന്നത്. ഫിലിപ്പ് സിഡ്നി വാസ് എൻ ഇംഗ്ലീഷ് പോയറ്റ്, സോൾജിയർ ആൻഡ് കോർട്ടിയർ ഓഫ് ക്വീൻ എലിസബത്ത് I. ക്വീൻ എലിസബത്ത് Iൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോർട്ടിയർ ആയിരുന്നു. അവരുടെ ആ ഒരു കോർട്ടിൻ്റെ ഭാഗമായിരുന്നു. അതുപോലെ പോയറ്റായിരുന്നു, സോൾജിയർ ആയിരുന്നു. ദി ഡിഫെൻസ് ഓഫ് പോയസി, ആൾസോ നോൺ ആസ് ദി ഡിഫെൻസ് ഓഫ് പോയട്രി ഓർ ആൻ അപ്പോളജി ഫോർ പോയട്രി, വാസ് റിട്ടൺ ബൈ ഫിലിപ്പ് സിഡ്നി ഇൻ റെസ്പോൺസ് ടു സ്റ്റീഫൻ ഗോസൻ, എ പ്യൂരിറ്റിയൻ pamphleteer, whose school abuse blamed playwrights and the theatre in particular and poets in general for reading in English society astray. അപ്പോൾ സ്റ്റീഫൻ ഗോസൻ്റെ പ്യൂരിറ്റിയൻ പാംഫ്ലെറ്റിയർ എന്ന് പറയുന്ന ആ ഒരു വർക്കിനുള്ള റെസ്പോൺസായിട്ട് എഴുതിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വർക്കാണ് ഡിഫെൻസ് ഓഫ് പോയട്രി, അല്ലെങ്കിൽ ആൻ അപ്പോളജി ഫോർ പോയട്രി, ഡിഫെൻസ് ഓഫ് പോയസി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു വർക്ക്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വർക്കിൻ്റെ പ്രത്യേകത, പ്യൂരിറ്റിയൻ പാംഫ്ലെറ്റിയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേ റൈറ്റുകളെയും തിയേറ്ററിസ്റ്റുകളൊക്കെ ബ്ലെയിം ചെയ്യുന്ന ഒന്നായിരുന്നു. പ്രത്യേകിച്ച് പോയറ്റുകളെ, ഇംഗ്ലീഷ് സൊസൈറ്റീനെ അവർ ആശ്രയാക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഒപ്പീനിയൻ ഉണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം ഇനി പോയട്രിനെ കുറിച്ച് എന്താ പറഞ്ഞതെന്ന് നോക്കാം. ഹി ആർഗ്യൂസ് ദാറ്റ് പോയറ്റ്സ് വേർ ദ ഫസ്റ്റ് ഫിലോസഫേഴ്സ് ദാറ്റ് ദേ ഫസ്റ്റ് ബ്രോട്ട് ലേണിംഗ് ടു ഹ്യൂമാനിറ്റി. അദ്ദേഹം പറയുന്നത് പോയറ്റുകളാണ് ആദ്യത്തെ ഫിലോസഫേഴ്സ് എന്നും, അതുപോലെ തന്നെ അവരാണ് ഹ്യൂമാനിറ്റിയിലേക്ക് ആദ്യം ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സംഭവം കൊണ്ടുവന്ന് എന്നുമാണ് പറയുന്നത്. ആൻഡ് ദേ ഹാവ് ദ പവർ ടു കൺസീവ് ന്യൂ വേൾഡ്സ് ഓഫ് ബീയിങ് ആൻഡ് ടു പോപ്പുലേറ്റ് ദം വിത്ത് ന്യൂ ക്രിയേച്ചേഴ്സ്. അവർക്ക് ലോകത്തിനെ ഒരു പുതിയൊരു ഇതാക്കി മാറ്റാനും അതിൽ പുതിയൊരു ക്രിയേച്ചേഴ്സിനെ വെച്ച് പോപ്പുലേറ്റ് ചെയ്യാനും അവർക്ക് കഴിവുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, വൈൽ ഹിസ്റ്ററി ആൻഡ് ഫിലോസഫി ക്യാൻ ബോത്ത് ഇംപ്രൂവ് മാൻസ് മൈൻഡ് ആസ് വെൽ, പോയട്രി ഈസ് ദ മദർ ഓഫ് ഓൾ നോളജ്. അദ്ദേഹം പറയുന്നത് ഹിസ്റ്ററിക്കും ഫിലോസഫിക്കും ഒരു മനുഷ്യൻ്റെ മനസ്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ പോയട്രി എന്ന് പറഞ്ഞാൽ മദർ ഓഫ് ഓൾ നോളജ് ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ് ഇൻഫാക്റ്റ് പ്രിപ്പയർസ് ദ മൈൻഡ് ഓഫ് മെൻ ഫോർ അതർ കൈൻഡ്സ് ഓഫ് ലേണിംഗ്. പോയട്രിയാണ് മനുഷ്യൻ്റെ മനസ്സിനെ മറ്റുള്ള ലേണിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. വെൽ സം ഫെയിൽ ടു സീ ദ വാല്യൂ ഓഫ് പോയട്രി, ദിസ് ഈസ് ബിക്കോസ് ദേ മിസ്അണ്ടർസ്റ്റാൻഡ്, തിങ്കിങ് ഓൺലി ഓഫ് ദ പുവർ വേഴ്സസ് ദേ ഹാവ് seen from their contemporaries.
അപ്പോൾ പല ആളുകളും ഈ ഒരു പോയട്രീൻ്റെ വില മനസ്സിലാക്കാൻ പറ്റാത്തത് അവർ കണ്ടിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരതിനെ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ടാണ്. കാരണം അവരവരുടെ ആ ഒരു കാലഘട്ടത്തിലെ പൂവറായിട്ടുള്ള വേഴ്സുകൾ മാത്രമാണ് കണ്ടിട്ടുള്ളത്. നല്ല വേഴ്സുകൾ കാണാത്തതുകൊണ്ടാണ് അവർക്ക് പോയട്രിയുടെ വില മനസ്സിലാക്കാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. ദേ ഫെയിൽ ടു റെക്കഗ്നൈസ് ദാറ്റ് വൈൽ ഇൻഡിവിജ്വൽ പോയറ്റ്സ് മേ ലാക്ക് ടാലൻറ്റ്, പോയട്രി ഇറ്റ്സെൽഫ് ഈസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ എൻകംബസിങ് വേഴ്സ്, പ്ലേസ്, ഫിലോസഫി ആൻഡ് ഈവൻ ദ ബൈബിൾ. പിന്നെ ഈ ഒരു പോയട്രിയുടെ വാല്യൂ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പം ഒരു പക്ഷേ ഇൻഡിവിജ്വൽ പോയറ്റുകൾക്ക് എന്താണ് കഴിവുണ്ടായിരിക്കില്ല. പക്ഷെ പോയട്രി എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചർ. വേഴ്സ്, പ്ലേസ്, ഫിലോസഫി, ഈവൻ ദ ബൈബിളൊക്കെ എന്താണ് ഹയസ്റ്റ് ഫോം ഓഫ് ലിറ്ററേച്ചറാണ്. ദസ് പോയട്രി ആൻഡ് ദോസ് ഹൂ റൈറ്റ് ഇറ്റ് മസ്റ്റ് ബി അപ്രിഷിയേറ്റഡ് ആൻഡ് ഈവൻ ഇലവേറ്റഡ് ടു ഹയർ പ്ലേസസ് ഇൻ സൊസൈറ്റി ബിക്കോസ് ഓഫ് ദെയർ കോൺട്രിബ്യൂഷൻ ടു സൊസൈറ്റി. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ പോയട്രി എന്താണ് അപ്രിഷ്യേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പോയട്രിനെയും അത് എഴുതുന്ന ആളുകളെയും എന്താണ് ഒന്നുകൂടി ഉയർന്ന സ്ഥാനങ്ങളിൽ വേണം സൊസൈറ്റി അവർക്ക് നൽകാൻ. കാരണം അവർ സമൂഹത്തിലേക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പോയട്രി ഈസ് നോട്ട് ഡിവൈൻ ഓൺലി ബിക്കോസ് ഇറ്റ് പ്രൈസസ് ഗോഡ് ബട്ട് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ റിലീജിയസ് ടെനറ്റ്സ്, സാംസ് ആൻഡ് ദ ടെക്സ്റ്റ് ഓഫ് ഗോഡ് ആർ പോയട്രി ഇൻ ദംസെൽവ്സ്. ഒരു പോയട്രി പരിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒന്നായിട്ട് മാറുന്നത് അത് ദൈവത്തിനെ സ്തുതിക്കുന്നത് കൊണ്ട് മാത്രമല്ല, പകരം എല്ലാവരും മതപരമായിട്ടുള്ള മന്ത്രങ്ങൾ, വേദങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങൾ ആൻഡ് ടെക്സ്റ്റസ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ഗ്രന്ഥങ്ങൾ, ഈ വക സംഭവങ്ങളൊക്കെ എന്താണ് പോയട്രിയാണ്, അല്ലെങ്കിൽ പോയട്രിയുടെ രൂപത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഹി ഡിസ്കസസ് ബിബ്ലിക്കൽ അലഗറീസ് ഇൻക്ലൂഡിങ് ക്രൈസ്റ്റ്സ് ഓൺ അലഗറീസ്. ഈ ഒരു ബിബ്ലിക്കൽ അലഗറീസും ക്രൈസ്റ്റിൻ്റെ ഓൺ അലഗറീസും ഒക്കെ കമ്പയർ ചെയ്തിട്ടാണ് അദ്ദേഹം പറയുന്നത് പോയട്രി ദൈവങ്ങളെ സ്തുതിക്കുന്നത് കൊണ്ടല്ല അത് ഗ്രേറ്റ് ആയിട്ട് മാറുന്നത്, പകരം ദൈവങ്ങളുടെ കാര്യങ്ങൾ പോലും എന്താണ് പോയട്രിയുടെ രൂപത്തിലാണ് എഴുതിയിട്ടുള്ളത് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ്, പോയട്രി ഹാസ് ദ പവർ ടു ബ്രിങ് ഫിലോസഫി ആൻഡ് ഹിസ്റ്ററി ടുഗദർ ആൻഡ് ടു യുണൈറ്റ് ദം ഇൻ എ പീസ്ഫുൾ മാനർ. പോയട്രിക്ക് ഫിലോസഫീനെയും ഹിസ്റ്ററിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള മാനറിൽ അതിനെ യുണൈറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. പോയട്രി ക്യാൻ ടീച്ച് ലെസൺസ് ബേസ്ഡ് ഓൺ ഹിസ്റ്ററി ആൻഡ് ദെൻ യൂസ് ദം ടു കൺവേ ഹൗ മാൻ ഷുഡ് ബി rather than how he is. പോയട്രിക്ക് എന്താണ് ഹിസ്റ്ററീനെ ബേസ് ചെയ്തിട്ട് പോയട്രിക്ക് ഒരു മനുഷ്യന് എങ്ങനെ ആയിരിക്കണം എന്ന് പറയാൻ പറ്റും, അല്ലാതെ എങ്ങനെ ആണ് എന്നല്ല. ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയായിരുന്നു എന്നുള്ള പാസ്റ്റിലുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ ഒരു ഹിസ്റ്ററീനെ യൂസ് ചെയ്തിട്ട് ഒരു പോയട്രിക്ക് അത് യൂസ് ചെയ്തിട്ട് മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, ഇപ്പോൾ പാസ്റ്റിൽ ഒരാൾ ഇങ്ങനെ കാര്യം ചെയ്താൽ അവർ ജീവിതത്തിൽ നശിക്കും, അങ്ങനെ പാസ്റ്റിൽ ഒരാൾ ഇന്ന സംഭവം ചെയ്തു അപ്പോൾ അയാൾക്ക് ജീവിതത്തിൽ തോൽവിയാണ് സംഭവിച്ചത്, അതാണ് ഹിസ്റ്ററി. പക്ഷെ പോയട്രിക്ക് എന്താണ് ആ ഒരു ഹിസ്റ്ററി കാണിച്ചുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോൽവികൾ സംഭവിക്കും, അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അൺലൈക്ക് ഫിലോസഫി, പോയട്രി ക്യാൻ ഡു ദിസ് ഇൻ അപ്രോച്ചബിൾ ഈവൻ ഡിലൈറ്റ്ഫുൾ മാനർ. ഫിലോസഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ ഒരു കാര്യം പോയട്രിക്ക് വളരെയധികം അപ്രോച്ചബിൾ ആയിട്ടുള്ള അതുപോലെ ഡിലൈറ്റ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പോയട്രി ഓഫേഴ്സ് എ റേഞ്ച് ഓഫ് വ്യൂസ് ആൻഡ് ചോയ്സസ്. ഇറ്റ് ഗീവ്സ് ഇൻഡിവിജ്വൽസ് എ സെൻസ് ഓഫ് ഫ്രീഡം. അതുപോലെ പോയട്രി അത് വായിക്കുന്ന ആളുകൾക്ക് ഒരുപാട് വ്യൂസും ഒരുപാട് ചോയ്സസും നൽകുന്നുണ്ട്, ഒരു സെൻസ് ഓഫ് ഫ്രീഡം വായനക്കാർക്ക് നൽകുന്നുണ്ട്. പോയട്രി ഈസ് ഡിസൈൻഡ് ടു എക്സ്പ്രസ് ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് വിച്ച് ക്യാൻ നെവർ ബി ഫാൾസ്. അതുപോലെ തന്നെ ഒരിക്കലും ഫാൾസ് ആവാത്ത ഇമോഷൻസും ഫീലിങ്സും എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നാണ് പോയട്രി. സിഡ്നി സെയ്സ് ദാറ്റ് ദ വേൾഡ് ക്രിയേറ്റഡ് ബൈ പോയട്രി ഈസ് ദ എപ്പിറ്റോം ഓഫ് ഓൾ ഹിസ്റ്ററീസ്, മിത്തോളജീസ് ആൻഡ് ഫിലോസഫീസ്. പോയട്രി കൊണ്ടുണ്ടാക്കിയ ഒരു വേൾഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹിസ്റ്ററിയുടെയും മിത്തോളജീസിൻ്റെയും അതുപോലെ ഫിലോസഫിയുടെയും ഒക്കെ ഒരു എപ്പിറ്റോമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം എന്താണ്, ആഫ്റ്റർ ഓൾ ദി ക്ലാസിക്കൽ എപ്പിക്സ് ആർ റിട്ടൺ ഇൻ ദ പോയറ്റിക് ഫോംസ്. നമ്മളെല്ലാവരും ക്ലാസിക്കൽ എപ്പിക്സ് എടുത്ത് നോക്കുകയാണെങ്കിലും അത് എഴുതിയിട്ടുള്ളതും എന്താണ് പോയറ്റിക് ഫോമിലാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഹി ഓൾസോ കമ്പയർസ് പോയട്രി ടു ഹീറോസ്, ഡെമി ഗോഡ്, സൈക്ലോപ്സ്, chimeras, furies, all Greek creatures who are in some aspects human but contain other worldly creatures. അതുപോലെ തന്നെ പോയട്രീനെ ഒരു ഹ്യൂമൻ ആസ്പെക്റ്റുകളുള്ള പക്ഷെ എന്താണ് വേറെയും ഈ ഒരു മനുഷ്യനില്ലാത്ത വേൾഡ്ലി ഫീച്ചേഴ്സുള്ള ഹീറോസ്, ഡെമ്മി ഗോഡ്സ്, സൈക്ലോപ്സ്, കിമറാസ്, ഫ്യൂരീസ് ഈ വക സംഭവങ്ങളുമായിട്ട് പോയട്രീനെ അദ്ദേഹം കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹം പോയട്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കുറച്ച് പോയിന്റുകൾ. ഹി ക്ലെയിംസ് ദാറ്റ് പോയട്രി ഈസ് ഓൺലി ആർട്ട് ദാറ്റ് അഫക്ട്സ് നാച്ചർ വെർ ഇൻ അതർ സബ്ജക്ട്സ് നാച്ചർ അഫക്ട്സ് എവറിത്തിങ് അറൗണ്ട് ഇറ്റ്. അദ്ദേഹം പറയുന്നത് പോയട്രീനെ എഫക്റ്റ് ചെയ്യുന്ന ഒരേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ
ഒരേ ഒരു ആർട്ട് എന്ന് പറഞ്ഞാൽ പോയട്രി മാത്രമാണ്. നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരേ ഒരു ആർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോയട്രി മാത്രമാണ്. പക്ഷെ മറ്റുള്ള സംഭവങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള നേച്ചറാണ് അതിന് ചുറ്റുമുള്ള എല്ലാത്തിനെയും അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പോയട്രിയാണ് നേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നത്. പോയട്രി ഈസ് ഓൺലി തിങ് ദാറ്റ് ക്യാൻ ക്രിയേറ്റ് സംതിങ് ഔട്ട് ഓഫ് നേച്ചർ ആൻഡ് മേക്ക് ഇറ്റ് മോർ ബ്യൂട്ടിഫുൾ ദാൻ വാട്ട് വാസ് ദർ ഒറിജിനലി. അതുപോലെ തന്നെ പോയട്രി മാത്രമാണ് നേച്ചറിൽ നിന്നും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടാക്കിയിട്ട് ഈവൻ ആ ഒരു ഒറിജിനൽ വസ്തുവിനേക്കാൾ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി മാറ്റാൻ പറ്റുന്നത്. പോയട്രി ഈസ് നോട്ട് എൻക്ലോസ്ഡ് വിത്തിൻ ദ നാരോ വാറണ്ട് ഓഫ് ഹെർ ഗിഫ്റ്റ്സ്. അതുപോലെ തന്നെ ഒരു നേച്ചറിൻ്റെ ഗിഫ്റ്റുകളിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒന്നല്ല പോയട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയട്രീനെ കുറിച്ചിട്ടുള്ള വ്യൂസ്. റൈറ്റ് എ നോട്ട് ഓൺ ജോൺ ഡ്രൈഡൻസ് വ്യൂ ഓൺ പോയട്രി ആൻഡ് ദ പോയറ്റ്. അടുത്തത് ജോൺ ഡ്രൈഡൻ്റെ പോയട്രീനെയും കുറിച്ചിട്ടുള്ള വ്യൂസാണ്. ഡ്രൈഡൻ അപ്ഹോൾഡ്സ് അരിസ്റ്റോട്ടിൽസ് ഡെഫിനിഷൻ ഓഫ് പോയട്രി ആസ് എ പ്രോസസ് ഓഫ് ഇമിറ്റേഷൻ. അരിസ്റ്റോട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോയട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ് ഓഫ് ഇമിറ്റേഷനാണ്, നേച്ചറിനെ ഇമിറ്റേറ്റ് ചെയ്യലാണ്. ഇത് തന്നെയാണ് ജോൺ ഡ്രൈഡൻ്റെയും ഒപ്പീനിയൻ. It imitates facts, past or present, popular beliefs, superstitions and things in their ideal form. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഫാക്ട്സുകൾ ഉള്ളതായിക്കോട്ടെ, പ്രസൻറ്റിലുള്ളതായിക്കോട്ടെ, അല്ലെങ്കിൽ പോപ്പുലർ ബിലീഫുകൾ, പൊതുവെ ആളുകൾക്കുള്ള വിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷ്യൻസ്, അല്ലെങ്കിൽ വസ്തുക്കളെ അതിൻ്റെ ഐഡിയൽ ഫോമിൽ ഇമിറ്റേറ്റ് ചെയ്യുകയാണ് പോയട്രി ചെയ്യുന്നത്. അക്കോർഡിംഗ് ടു ഡ്രൈഡൻ, poetry and paintings are not only true imitations of nature but of the best nature of that which it is most noble and true. അപ്പോൾ പോയട്രി എന്ന് പറഞ്ഞാൽ വെറും നേച്ചറിൻ്റെ ഇമിറ്റേഷൻ മാത്രമല്ല, പക്ഷേ അതിൻ്റെ ബെസ്റ്റ് നേച്ചറിൻ്റെ ഇമിറ്റേഷനാണ്. ആ ഒരു രൂപത്തിലാണ് അതിൻ്റെ നേച്ചറിനെ നമുക്ക് ഏറ്റവും കൂടുതൽ നോബിളായിട്ടും ട്രൂ ആയിട്ടും കാണാൻ പറ്റുന്നത്. ദേ പ്രസൻറ്റ് അസ് വിത്ത് പെർഫെക്റ്റ് ഇമേജസ് ആൻഡ് വി ഹാവ് ദ പ്ലഷർ. പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അത് കാണുന്ന നമുക്ക് പ്ലഷർ ഉണ്ടാക്കുന്ന ഒന്നാണ് poetry. We have the pleasure to see all the scattered beauties of nature without its deformities or fault. അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് ഇമേജ് നമുക്ക് കാണിച്ചു തരുന്നത് കൊണ്ട് തന്നെ നേച്ചറിൻ്റെ ഡിഫോമിറ്റീസ്, എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, വൈകല്യം ഉണ്ടെങ്കിൽ അതൊക്കെ പെർഫെക്റ്റായിട്ട് അവതരിപ്പിച്ചുകൊണ്ട് ആ ഒരു കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളെ കാണിക്കുന്നത് പോയട്രിയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്ലാറ്റോൻ്റെ വാക്കുകൾ അതേ സെയിം തന്നെ അദ്ദേഹം പറയുന്നത്, poetry is not mere copies of their ideal pattern but the ideal pattern itself. വെറും ആ ഒരു ഐഡിയൽ പാറ്റേണിൻ്റെ കോപ്പി മാത്രമല്ല, അത് തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തന്നെ ദ എൻഡ് ഓഫ് പോയട്രി ഈസ് ഡിലൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ട് റാദർ ദാൻ ഇൻസ്ട്രക്ഷൻ. പോയട്രിയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഡിലൈറ്റാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഡിലൈറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടാണ്, അല്ലാതെ വെറും പഠിപ്പിക്കാൻ മാത്രമുള്ളതല്ല. ആളുകളെ മൂവ് ചെയ്യിക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ ആളുകൾക്ക് സന്തോഷം നൽകാനുള്ള കപ്പാസിറ്റി, അല്ലാതെ എന്തെങ്കിലും പഠിപ്പിക്കാനുള്ളത് മാത്രമല്ല പോയട്രി എന്നാണ് അദ്ദേഹം പറയുന്നത്. പോയട്രി ഡസ് നോട്ട് മിയർലി ഇമിറ്റേറ്റ് ലൈഫ് ബട്ട് ഓഫേഴ്സ് എ ബ്യൂട്ടിഫുൾ റെസംബ്ലൻസ് ഓഫ് ദ ഹോൾ. ദ പോയറ്റ് ഈസ് നെയ്തർ എ ടീച്ചർ നോർ എ ബയർ ഇമിറ്റേറ്റർ ഓർ എ ഫോട്ടോഗ്രാഫർ but a creator. With life as raw material, he produces a new thing altogether, resembling the original in its source but different from it in the structure. A poet creates a work of art rather than merely copy nature. അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം നമ്മൾ നേരത്തെ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ T.S. എലിയറ്റ്സ് കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷൻ. എലിയറ്റിൻ്റെ കോൺസെപ്റ്റ് ഓഫ് ട്രഡീഷനെ കുറിച്ച് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയണം. അപ്പോൾ ഇത് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയുന്ന T.S. എലിയറ്റിൻ്റെ മൊഡ്യൂൾ 3യുടെ ആ ഒരു ഭാഗത്താണ് വരുന്നത്. ഇൻ ദ എസ്സേ ട്രഡീഷൻ ആൻഡ് ദ ഇൻഡിവിജ്വൽ ടാലൻറ്റ്, എലിയറ്റ് എക്സ്പ്ലെയിൻസ് ഹിസ് നോഷൻ ഓഫ് ട്രഡീഷൻ. അദ്ദേഹത്തിൻ്റെ എസ്സേ ആയിട്ടുള്ള ട്രഡീഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ടാലൻറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ട്രഡീഷനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറയുന്നത്. ട്രഡീഷൻ ഈസ് നോട്ട് ദ ബ്ലൈൻഡ് ഡിവോഷൻ ടുവാർഡ്സ് പ്രീവിയസ് ജനറേഷൻസ്, നെയ്തർ ഇമിറ്റേഷൻ ഓർ നോർ മിയർ റിപ്പീറ്റേഷൻ. അപ്പോൾ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ജനറേഷൻ്റെ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഡിവോഷൻ, അതിനെങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് വരിക എന്നുള്ളതല്ല. നെയ്തർ ഇമിറ്റേഷൻ ഓർ മിയർ റിപ്പീറ്റേഷൻ, അല്ലെങ്കിൽ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരിക എന്നുള്ളതല്ല ട്രഡീഷൻ. ട്രഡീഷൻ ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ ഹിസ്റ്റോറിക്കൽ സെൻസ്. ഒരു ഹിസ്റ്റോറിക്കൽ സെൻസിൽ കൂടെ മാത്രമാണ് ട്രഡീഷൻ നമുക്ക് നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഹിസ്റ്റോറിക്കൽ സെൻസ് ഈസ് എ പെർസെപ്ഷൻ ദാറ്റ് പാസ്റ്റ് ഹാസ് എ പർപ്പസ് ഇൻ ദ പ്രസൻറ്റ്. ഹിസ്റ്റോറിക്കൽ സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാസ്റ്റിനും പ്രസൻറ്റിൽ ഒരു പർപ്പസ് ഉണ്ട് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാടിനെയാണ് ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറയാം.
According to Eliot, the historical sense involves a perception not only the pastness of the past but of its presence. ഹിസ്റ്റോറിക്കൽ സെൻസ് എന്ന് പറഞ്ഞാൽ ഒരു പെർസെപ്ഷനാണ്. അതിൽ പാസ്റ്റ്നെസ്സിനെ കുറിച്ച് മാത്രമല്ല, പക്ഷെ അതിൻ്റെ പ്രസൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദിസ് ഹിസ്റ്റോറിക്കൽ സെൻസ് വിച്ച് ഈസ് എ സെൻസ് ഓഫ് ദ ടൈംലെസ് ആൻഡ് ഓഫ് ദ ടെമ്പറൽ ആസ് വെൽ ആസ് ടൈംലെസ് ആൻഡ് ദ ടെമ്പറൽ ടുഗദർ ഈസ് വാട്ട് മേക്ക് എ റൈറ്റർ ട്രഡീഷണൽ. അപ്പോൾ ആ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് അതെന്ന് പറഞ്ഞാൽ ഒരു സമയമില്ലാത്ത അല്ലെങ്കിൽ ഒരു ടെമ്പറൽ ആയിട്ടുള്ള ഒന്നാണ്. അതിനെ രണ്ടിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ടൈംലെസ്സിനെയും ഒരുമിച്ച് കൊണ്ടുവന്നിട്ട് അത് രണ്ടും കൂടിയിട്ടാണ് ഒരു റൈറ്ററിനെ ട്രഡീഷണലാക്കി മാറ്റുന്നത്. അതായത് പാസ്റ്റിൽ നടന്നൊരു സംഭവത്തിൽ ഇന്നത്തെ കാലത്തും എന്താണ് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അതിൽ നിന്നാണ് ഒരു റൈറ്ററിനെ ട്രഡീഷണലാക്കി മാറ്റുന്നത്. എലിയറ്റ് കണ്ടിന്യൂസ് to say that historical sense of tradition makes a writer conscious of his or her place in history is contemporaneity. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ഓഫ് ട്രഡീഷൻ ആ ഒരു റൈറ്ററിനെ അയാളുടെ ഹിസ്റ്ററിയിലുള്ള സ്ഥാനം എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ കണ്ടംപററി ആയിട്ട് അയാളുടെ പൊസിഷൻ എന്താണ് എന്നുള്ള ആ ഒരു ചിന്ത അയാളിൽ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. Historical sense helps the writer to become aware of the continuity of literature where he or she realizes her position among others from Homer to his contemporaries, which helps to form a continuous literary tradition. അപ്പം അദ്ദേഹം പറയുന്നത് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് ആ ഒരു റൈറ്ററിനെ കണ്ടിന്യൂറ്റി ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും മറ്റുള്ള ഹോമർ മുതൽ ഇന്ന് വരെയുള്ള എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഇടയിൽ തൻ്റെ പൊസിഷൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുകയും അത് ആ ഒരു ലിറ്റററി ട്രഡീഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഹെൽപ്പായിട്ട് മാറുകയും ചെയ്യുന്നു എന്നൊക്കെയാണ് പറയുന്നത്. നോ പോയറ്റ് ഹാസ് എൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഓർ സിഗ്നിഫിക്കൻസ് ഓഫ് ഹിസ് ഓൺ. അപ്പം അദ്ദേഹം പറയുന്നത് ഒരു പോയറ്റിനും അദ്ദേഹത്തിൻ്റെ ഒറ്റക്കായിട്ട് അദ്ദേഹത്തിനെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചൊരു മീനിങ്ങോ ഒന്നുമില്ല. നമ്മളൊരു പോയറ്റ് നല്ലതാണോ ചീത്തതാണോ എന്ന് പറയുന്നത് വേറുള്ളവരുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴാണ്. അല്ലാതെ അയാളുടെ വർക്ക് മാത്രം എടുത്തുകൊണ്ട് നമുക്ക് എന്താണ് അയാളുടെ ഗ്രേറ്റ്നെസ് നമുക്ക് അളക്കാനായിട്ട് പറ്റില്ല. So the past writers are significant in the present. This comparison is made for the purpose of analysis and its reciprocal. അപ്പോൾ എന്താണ് പാസ്റ്റിലുള്ള റൈറ്റേഴ്സും ഇന്നത്തെ കാലഘട്ടത്തിൽ സിഗ്നിഫിക്കൻ്റ് ആണ്. ഒരു കമ്പാരിസൺ നടക്കുന്നത് അതിൻ്റെ അനാലിസിസിന് വേണ്ടിയിട്ടും റെസിപ്രോക്കലിന് വേണ്ടിയിട്ടുമാണ്. പാസ്റ്റ് ഹെൽപ്പ് us ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രസൻറ്റ് ആൻഡ് ദ പ്രസൻറ്റ് ത്രോസ് ദ ലൈറ്റ് ഓൺ പാസ്റ്റ്. പാസ്റ്റ് നമുക്ക് ഇപ്പോഴത്തെ പ്രസൻറ്റ് മനസ്സിലാക്കാനും അതുപോലെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പാസ്റ്റിൻ്റെ മേൽ വെളിച്ചം നൽകുന്ന ഒന്നുമാണ് എന്നാണ് പറയുന്നത്. ട്രഡീഷൻ ടു എലിയറ്റ് ഈസ് ദ ക്ലാസിക്സ് ആൻഡ് അതർ ഗ്രേറ്റ് ലിറ്ററേച്ചർ ഓഫ് ദ പാസ്റ്റ് ലൈക്ക് മെറ്റാഫിസിക്കൽ പോയട്രി. അപ്പോൾ ഒരു ടി.എസ്. എലിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ ആയിട്ടുള്ള വർക്കുകളാണ്, അല്ലെങ്കിൽ പാസ്റ്റിലുണ്ടായിരുന്ന മറ്റ് ഗ്രേറ്റ് ലിറ്റററി വർക്കുകളാണ്. എക്സാമ്പിളായിട്ട് മെറ്റാഫിസിക്കൽ പോയട്രി പോലുള്ള വർക്കുകളാണ്. ദിസ് ഹിസ്റ്റോറിക്കൽ സെൻസ് ഹെൽപ്സ് എ റൈറ്റർ ടു എസ്കേപ്പ് ഹിസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സെൻസ് റൈറ്ററുടെ പേഴ്സണാലിറ്റിയിൽ നിന്നും അയാളെ എസ്കേപ്പ് ചെയ്യാൻ സഹായിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ന്യൂ ക്രിറ്റിസിസം. എന്താണ് ന്യൂ ക്രിറ്റിസിസം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വേണമെങ്കിൽ നമുക്ക് 3 മാർക്കിനും വരാം. ഇതിപ്പോൾ 6 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ന്യൂ ക്രിറ്റിസിസം ഈസ് ദ യൂണീക്ക് സ്കൂൾ ഓഫ് ഫോർമലിസം ദാറ്റ് ഹാസ് ബീൻ പ്രിവാലൻറ്റ് ഇൻ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസം ഫ്രം അറൌണ്ട് 1940s ആൻഡ് ഹെൽഡ് ഇറ്റ്സ് വേ ത്രൂ 1960s. 1940 തുടങ്ങിയിട്ട് 1960 വരെ ഉണ്ടായിരുന്ന ഒരു അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസം ആണ്. അത് എവിടെ ഉണ്ടായിരുന്നതാണ്? പ്രിവാലൻ്റ് ഇൻ അമേരിക്കൻ ലിറ്റററി ക്രിറ്റിസിസത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്കൂൾ ഓഫ് ഫോർമലിസം ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് ആ ഒരു പേര് വന്നിട്ടുള്ളത് ജോൺ ക്രോ റാൻസമിൻ്റെ ദ ന്യൂ ക്രിറ്റിസിസം എന്ന് പറയുന്ന 1941 പബ്ലിഷ് ചെയ്ത ബുക്കിൽ നിന്നാണ്. ദ ന്യൂ ക്രിറ്റിക്സ് ലൈക്ക് ദ റഷ്യൻ പ്രിക്കേഴ്സേഴ്സ് എക്സ്പൗണ്ടഡ് ദ ഐഡിയ ഓഫ് വെരി ക്ലോസ് ആൻഡ് ഡീറ്റെയിൽഡ് റീഡിങ് ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ അത് അവരുടെ മുന്നിൽ ന്യൂ ക്രിറ്റിക്കുകൾ പറഞ്ഞിരുന്നത് അവരുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആളുകളെ പോലെ തന്നെ ഒരു ടെക്സ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്ലോസ് ആയിട്ട് അതുപോലെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണം എന്നാണ് പറയുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് സെർച്ചിങ് ഇൻ ടു ദ പേഴ്സൺ ഓഫ് ദ ഓതർ ഓർ മാർക്കിംഗ് ദ ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മില്യൂ ഓഫ് ദ വർക്ക് ദ അപ്രോച്ച് ദ ടെക്സ്റ്റ് ഡയറക്റ്റ്ലി. അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ചില റൈറ്റേഴ്സിനെ പോലെ അല്ലെങ്കിൽ ക്രിട്ടിക്കുകളെ പോലെ അത് എഴുതിയിട്ടുള്ള ഓതറിൻ്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ അയാൾ ജീവിച്ചിരുന്ന കാലഘട്ടം
അന്നത്തെ ഹിസ്റ്റോറിക്കൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കൾച്ചറൽ എൻവയോൺമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ അവർ ഡയറക്റ്റായിട്ട് ആ ഒരു ടെക്സ്റ്റിനെ അപ്രോച്ച് ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. ന്യൂ ക്രിറ്റിക്സ് ബിലീവ്ഡ് ഇൻ ട്രീറ്റിംഗ് എ വർക്ക് ഓഫ് ലിറ്ററേച്ചർ ആസ് എൻ ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റ് വിച്ച് നീഡ് നോ റെഫറൻസ് ഇൻ ടേംസ് ഓഫ് ദ ഓതർ, ഹിസ് ടൈംസ്, കൾച്ചറൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ജോൺറ ഓർ കാനോൺ. അപ്പോൾ ഈ ഒരു ന്യൂ ക്രിറ്റിക്സ് വിചാരിച്ചിരുന്നത് ഒരു ലിറ്ററേച്ചർ വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്ജക്റ്റാണ്. അത് എഴുതിയിട്ടുള്ള ഓതർ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം, അന്നത്തെ കൾച്ചർ, സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ജോൺറ, കാനൺ, ഈ വക കാര്യങ്ങളുമായിട്ടൊന്നും ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. അങ്ങനെ ബന്ധപ്പെടുത്തി പറയേണ്ട ഒന്നല്ല, പകരം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റാണ് എന്നായിരുന്നു അവർ വിചാരിച്ചിരുന്നത്. ദേ ഫോളോഡ് ദ ഡിസ്റ്റിങ്ക്റ്റ് മെത്തേഡ് ഓഫ് ക്ലോസ് റീഡിങ് ഓർ എക്സ്പ്ലിക്കേഷൻ ടു അനലൈസ് ദ ടെക്സ്റ്റ്. ക്ലോസ് റീഡിങ് അല്ലെങ്കിൽ ആ ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സ്പ്ലിക്കേഷൻ പ്രോസസ്സ്, ഇതൊക്കെയാണ് അവർ ഫോളോ ചെയ്തിരുന്നത്. ന്യൂ ക്രിറ്റിസിസം ഈസ് എ റാദർ ലൂസ് അംബ്രല്ല ടേം എക്സ്റ്റെൻഡഡ് ടു കവർ എ ഗ്രൂപ്പ് ഓഫ് ക്രിറ്റിക്സ്. ഒരു ഗ്രൂപ്പ് ഓഫ് ക്രിറ്റിസിസിനെ കവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ലൂസ് അംബ്രല്ല ടേമാണ് ന്യൂ ക്രിറ്റിസിസം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ന്യൂ ക്രിറ്റിസിസത്തിനെ കുറിച്ച് എഴുതേണ്ടത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് തിനൈ? വാട്ട് ആർ ദ 5 ജോഗ്രഫിക്കൽ തിനൈസ്? തിനൈ എന്താണ്? 5 ജോഗ്രഫിക്കൽ തിനൈസ് എന്താണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. തിനൈ റെഫേഴ്സ് ടു എ കോംപ്രിഹെൻസീവ് സെറ്റ് ഓഫ് പോളിറ്റിക്കൽ മോഡ് ഇൻക്ലൂഡിംഗ് പോട്ട്, ക്യാരക്ടേഴ്സ്, സെറ്റിംഗ്സ്, സീസൺ, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ആൻഷ്യൻ തമിഴകം ഡ്യൂറിങ് ദ സംഘം പീരീഡ്. ഇപ്പോൾ ഒരു സംഘം കാലഘട്ടത്തിൽ തമിഴകം, സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു പോയറ്റിക് മോഡാണ്. ആ ഒരു പോയറ്റിക്കൽ മോഡിൽ പ്ലോട്ട്, ക്യാരക്ടേഴ്സ്, സെറ്റിങ്സ്, സീസൺ, ടൈം ആൻഡ് പ്ലേസ്, ഈ വക കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കോംപ്രഹെൻസീവ് സെറ്റിനെയാണ് തിനൈ എന്ന് പറയുന്നത്. Each Thine is closely associated with a particular genre of poetry with its unique geographical features, flowers and trees, water bodies, animals and climate influencing the plot as well as the resultant emotions. അപ്പോൾ ഓരോ തിനയും എന്താണ്, അതിൻ്റെ ഒരു പാർട്ടിക്കുലർ ജോൺറ ഓഫ് പോയട്രിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നായിരിക്കും. അതിൻ്റേതായിട്ടുള്ള യുണീക്ക് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, ഫ്ലവേഴ്സ്, ട്രീസ്, വാട്ടർ ബോഡീസ്, ആനിമൽസ്, അതുപോലെ തന്നെ ആ ഒരു പ്ലോട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലൈമറ്റ്, പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന റിസൾട്ടൻ്റ് ഇമോഷൻസ്, ഇതൊക്കെ അതിലുണ്ടായിരിക്കും. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ട് 5 ജോഗ്രഫിക്കൽ തിനൈസ് ആൻഡ് ദർ അസോസിയേഷൻ വിത്ത് തീംസ് ഓഫ് സംഘം ലിറ്ററേച്ചർ ആർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു 5 ജോഗ്രഫിക്കൽ തിനൈസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ, കുറിഞ്ഞി. കുറിഞ്ഞി ഈസ് ദ മൗണ്ടേനിയസ് റീജൺ അസോസിയേറ്റഡ് വിത്ത് യൂണിയൻ ഓഫ് ലവേഴ്സ്. കാമുകന്മാർ ഒന്നിക്കുന്ന ഒരു സ്ഥലമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു മൗണ്ടെയിൻ റീജിയണുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു തിനയാണ് കുറിഞ്ഞി. ഇറ്റ് ഈസ് ദ സീൻ ഓഫ് ലവേഴ്സ് യൂണിയൻ അറ്റ് മിഡ് നൈറ്റ്. രാത്രിയിൽ ലവേഴ്സ് യൂണിയൻ കാണിക്കുന്ന ഒരു സീനാണ്. സീസൺ ഈസ് കോൾഡ് ആൻഡ് ഡ്യൂയി. അതിൻ്റെ സീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നല്ല തണുപ്പുള്ള മഞ്ഞ് വരുന്ന പോലത്തെ സീസണാണ്. ദ ഫോറസ്റ്റ് ഈസ് റിച്ച് വിത്ത് വാട്ടർഫാൾസ് ആൻഡ് ട്രീസ് ലൈക്ക് ടീക്ക്, ബാംബു ആൻഡ് സാൻഡൽവുഡ്. അതിൽ കാണിക്കുന്ന ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടങ്ങളും പിന്നെ തേക്ക്, ബാംബു, സാൻഡൽവുഡ് ട്രീ, ഈ പറഞ്ഞ ട്രീസൊക്കെ ഉണ്ടായിരിക്കും. റെഡ് ആൻഡ് ബ്ലാക്ക് സോയിൽ ആൻഡ് ക്രോപ്സ് ലൈക്ക് ജാക്ക് ഫ്രൂട്ട് ആൻഡ് ഒണിയൻ ആർ അസോസിയേറ്റഡ് വിത്ത് ദിസ് ഏരിയ. കറുത്ത അല്ലെങ്കിൽ ചുവത്ത മണ്ണ്, പിന്നെ അതുപോലെ ചക്ക അല്ലെങ്കിൽ ഉള്ളി, ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ അതിൽ കാണിക്കുന്നുണ്ടായിരിക്കും. പിന്നെ അതിൽ പറയുന്ന ഡയറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ളൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് സയ്യൺ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. ഇനി അടുത്ത തിനൈ എന്ന് പറഞ്ഞാൽ മുല്ലൈ എന്നുള്ളതാണ്. ഫോറസ്റ്റ്സ് ആൻഡ് പാസ്ചർ, അതാണ് അതിൽ വരുന്നത്. ലാൻഡ്സ് വിത്ത് ലേക്സ് ആൻഡ് റിവേഴ്സ്, നദികളും അതുപോലെ തന്നെ കായലുകളുമുള്ള ലാൻഡുകൾ. സീസൺ ഈസ് ലേറ്റ് സമ്മർ ആൻഡ് ക്ലൗഡി ഡേയ്സ്. അതുപോലെ നല്ല സമ്മർ സീസണും അതുപോലെ കുറച്ച് മേഘാവൃതമായ ദിനങ്ങളും ആയിരിക്കും അതിലെ കാലാവസ്ഥ. വെയിറ്റിംഗ് ഫോർ ദ ബിലൗഡ് ഈസ് ദ പോയറ്റിക് ആട്രിബ്യൂട്ട്. അപ്പോൾ ഇത് വരുന്ന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്ക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ എന്താണ്, തൻ്റെ ഇഷ്ടപ്പെട്ട കാമുകിക്കോ കാമുകനോ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു തീമായിരിക്കും മുല്ലൈ എന്ന് പറയുന്ന തീനെ. അതിനാണ് മുല്ലൈ എന്ന് പറയാം. മുല്ലൈ ഓർ ജാസ്മിൻ ഈസ് ദ ഫ്ലവർ ഓഫ് ദ ഫോറസ്റ്റ്. മുല്ലൈ അല്ലെങ്കിൽ മുല്ലപ്പൂ എന്ന് നമ്മൾ പറയുന്ന ജാസ്മിൻ, അതെന്ന് പറഞ്ഞാൽ കാട്ടിലെ ഫ്ലവർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ കാണിക്കുന്ന സോയിൽ റെഡ് ആയിരിക്കും. അതിൽ പറയുന്ന മെയിൻ ഒക്യുപ്പേഷൻസ് എന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി, മൃഗങ്ങളെ വളർത്തുക അല്ലെങ്കിൽ കൾട്ടിവേഷൻ, കൃഷി പോലെയുള്ള അതൊക്കെ ആയിരിക്കും. ഇനി അതിലെ ഗോഡ് എന്ന് പറയുന്നത് ആരാണ്? മായോണാണ്. നെക്സ്റ്റ് മരുതം. മരുതം എന്ന് പറഞ്ഞാൽ പ്ലെയിൻസിലുള്ള ക്രോപ്പ് ലാൻഡുകളാണ് അതിൽ കാണിക്കുന്ന സ്ഥലം. ഇറ്റ്സ് ആർ ദ സീൻ ഓഫ് ട്രയാങ്കുലർ ലവ് പ്ലോട്ട്സ്.
ട്രയാങ്കുലർ ലവ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു നടി ഉണ്ടാവും, ആ നടീനെ ഇഷ്ടപ്പെടുന്ന രണ്ട് നടന്മാർ, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന രണ്ട് മെയിൽ ക്യാരക്ടേഴ്സ്, നേരെ തിരിച്ചും ഒരു മെയിൽ ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്ന രണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ്, അങ്ങനത്തെ ട്രയാങ്കുലർ ലവ് പ്ലോട്ടുകൾ കാണിക്കുന്ന ഒരു ഇതായിരിക്കും. ഇതിൻ്റെ ബാക്കി ഭാഗം നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.